നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിൽ ദുരിതയാത്ര. 3 കിലോമീറ്റർ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും നടപടിയെടുക്കാതെ അധികാരികൾ. പള്ളിയിൽ നമസ്കരിക്കാനെത്തിയ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പുന്നൂർകുളം ആറ്റുപുറം സ്വദേശി എഴിക്കോട്ടയിൽ വീട്ടിൽ ജമാലുദ്ദീനാണ് അറസ്റ്റിലായത്. കുന്നംകുളം ഗേൾസ് സ്കൂളിന് സമീപം അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ബുള്ളറ്റിനു പുറകിലിടിച്ച് ബുള്ളറ്റ് യാത്രികനായ പെരുമ്പിലാവ് സ്വദേശിക്ക് പരിക്ക്. ചാട്ടുകുളത്ത് സൈക്കിളും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു. അനധികൃത മദ്യവിൽപ്പനയ്ക്കിടെ 4 ലിറ്റർ മദ്യവുമായി വെള്ളിത്തിരുത്തി സ്വദേശിയെ കുന്നംകുളം എക്സൈസ് സംഘം പിടികൂടി. കോലാട്ട് വീട്ടിൽ ഹരിദാസനാണ് അറസ്റ്റിലായത്. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ മിനുക്ക് പണി. കുണ്ടും കുഴിയും വെള്ളക്കെട്ടുമായി കിടക്കുന്ന മാവിൻ ചുവട് നാക്കോല റോഡിൽ കോറി വേസ്റ്റിട്ടത് യാത്രക്കാരെ വലയ്ക്കുന്നു. വിശദമായ വാർത്തയിലേക്ക്. കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിൽ ദുരിതയാത്ര. 3 കിലോമീറ്റർ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും നടപടിയെടുക്കാതെ അധികാരികൾ. റോഡ് ചെളിക്കുളമായി കിടക്കുന്നതിൽ നിരവധി പ്രതിഷേധ സമരങ്ങളാണ് നടക്കുന്നത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയെയും കേച്ചേരി വടക്കാഞ്ചേരി റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഈ 3 കിലോമീറ്റർ റോഡിൽ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി കടന്നുപോകുന്നത്. കേച്ചേരിയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന റോഡാണ് കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡ്. പാത്രമംഗലം എരുമപ്പെട്ടി മേഖലയിൽ നിന്നും തൃശൂർ ഗുരുവായൂർ ചാവക്കാട് മേഖലകളിലേക്കുള്ള പാത കൂടിയാണിത്. ഈ റോഡിന്റെ 3 കിലോമീറ്റർ പരിധിയിലാണ് വിദ്യ എഞ്ചിനീയറിംഗ് കോളേജും ഗാഗുൽത്ത ധ്യാനകേന്ദ്രവും ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ച കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ഓഫീസും ഡയാലിസിസ് സെന്ററും സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ സ്കൂൾ, മസ്ജിദുകൾ, ദേവാലയങ്ങൾ, ക്ഷേത്രങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ, കപ്പൂച്ചിൻ ആശ്രമം, MSJ സന്യാസിനി ഭവനം, വൈദ്യശാലകൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൈപ്പറമ്പ് പഞ്ചായത്ത് അതിർത്തിയിൽ കുഴികളടയ്ക്കാൻ 11.5 ലക്ഷം രൂപയോളം പാസായിട്ടുണ്ടെന്ന് 8 മാസങ്ങൾക്ക് മുമ്പ് അറിയിച്ചിരുന്നുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. തുടർന്ന് പ്രതിഷേധങ്ങൾ ശക്തമായപ്പോൾ 4 മാസം മുമ്പ് ചൂണ്ടൽ പഞ്ചായത്തിൽ നിന്നും 40,000 രൂപ പാസാക്കി വലിയ കുഴികളിൽ കോറി വേസ്റ്റിട്ട് അടച്ചിരുന്നുവെങ്കിലും മഴ ശക്തമായതോടെ ഇവ റോഡിൽ നിരന്നു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡയറക്ടർ ഫാദർ ഡേവിസ് ചിറമ്മൽ കഴിഞ്ഞ ദിവസം നടന്ന ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തന ഉദ്ഘാടന വേളയിൽ കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. 1 വർഷത്തിനുള്ളിൽ 7 ബൈക്ക് യാത്രക്കാരാണ് ഈ റോഡിൽ വീണ് പരിക്കേറ്റത്. ഇതിൽ 4 പേർ വിദ്യാ കോളേജിലെ വിദ്യാർത്ഥികളാണ്. റോഡിലെ കുഴിയിൽ ചാടി നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് മൂലം വാടകയ്ക്ക് വിളിച്ചാൽ വരാതെയായെന്ന് നാട്ടുകാർ പറയുന്നു. CCTV ന്യൂസ്, വേലൂർ. പള്ളിയിൽ നമസ്കരിക്കാനെത്തിയ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പുന്നൂർകുളം ആറ്റുപുറം സ്വദേശി എഴിക്കോട്ടയിൽ വീട്ടിൽ 55 വയസ്സുള്ള ജമാലുദ്ദീനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 4-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ചായക്കടയിലെ ജോലിക്കാരനായ പ്രതി ആൺകുട്ടി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ചെല്ലുന്നത് കണ്ട് പിന്തുടർന്ന് ചെല്ലുകയും തുടർന്ന് കുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തുകയുമായിരുന്നുവെന്ന് പറയുന്നു. ലൈംഗികാതിക്രമം പുറത്തു പറയാതിരിക്കാൻ കുട്ടിക്ക് പണം നൽകാനും പ്രതി ശ്രമിച്ചു. എന്നാൽ സ്കൂളിലെത്തിയ കുട്ടി അധ്യാപകരോട് വിവരം പറയുകയായിരുന്നു. അധ്യാപകർ കുന്നംകുളം പോലീസിനെ വിവരം അറിയിച്ചു. തുടർന്ന് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ വടക്കേക്കട സ്റ്റേഷനിലും പ്രതിക്കെതിരെ സമാനമായ കേസ് നിലവിലുണ്ട്. കുന്നംകുളം ഗേൾസ് സ്കൂളിന് സമീപം അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ബുള്ളറ്റിന് പുറകിലിടിച്ച് ബുള്ളറ്റ് യാത്രികനായ പെരുമ്പിലാവ് സ്വദേശിക്ക് പരിക്കേറ്റു. കരിയാട്ട് വീട്ടിൽ 37 വയസ്സുള്ള ജസീമിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച 12:30ഓടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജസീം ഓടിച്ചിരുന്ന ബുള്ളറ്റിന് പുറകിൽ ഗുരുവായൂർ പട്ടാമ്പി റൂട്ടിൽ സർവീസ് നടത്തുന്ന രാജപ്രഭ ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ് പരിക്കേറ്റ ബുള്ളറ്റ് യാത്രികനെ കുന്നംകുളം ദയ റോയൽ ആശുപത്രി ആംബുലൻസ് പ്രവർത്തകർ ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ബുള്ളറ്റിന്റെ പുറകുവശം ഭാഗികമായി തകർന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
അനധികൃത മദ്യവിൽപ്പനയ്ക്കിടെ 4 ലിറ്റർ മദ്യവുമായി വെള്ളിത്തിരുത്തി സ്വദേശിയെ കുന്നംകുളം എക്സൈസ് സംഘം പിടികൂടി. വെള്ളിത്തിരുത്തി കോലാട്ട് വീട്ടിൽ ഹരിദാസനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരീഷിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ പിടികൂടിയത്. ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് വാങ്ങുന്ന മദ്യം പെപ്സി, കൊക്കക്കോള എന്നിവയുടെ ബോട്ടിലുകളിലാക്കി 150 മുതൽ 200 രൂപ വരെ വിലയിടാക്കി വിൽപ്പന നടത്തി വരികയായിരുന്നു. സമാന രീതിയിൽ അനധികൃതമായ മദ്യവിൽപ്പന നടത്തിയിട്ടുള്ള ഇയാളെ മുൻപും എക്സൈസ് സംഘം പിടികൂടിയിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി കുന്നംകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ PG ശിവശങ്കരൻ, രാജു NR, സുനിൽ ദാസ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് KN മോഹൻദാസ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഗണേശൻ പിള്ള, ലത്തീഫ്, ശ്രീജിത്ത് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. CCTV ന്യൂസ് കേച്ചേരി. കുന്നംകുളം ചാട്ടുകുളത്ത് സൈക്കിളും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം, 2 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂർ നന്ദനം വില്ലയിൽ 64 വയസ്സുള്ള അരവിന്ദാക്ഷ പണിക്കർ, ആർത്താറ്റ് ചിരിയങ്കണ്ടത്ത് വീട്ടിൽ 45 വയസ്സുള്ള തോബിയാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാത്രി 7:30യോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറും റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന സൈക്കിളും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളം ആക്സ് ആംബുലൻസ് പ്രവർത്തകർ ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ സൈക്കിളിനും സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ മിനുക്കുപണി. കുണ്ടും കുഴിയും വെള്ളക്കെട്ടുമായി കിടക്കുന്ന മാവിൻചുവട് നാക്കോല റോഡിൽ കോറി വേസ്റ്റിട്ട് യാത്രക്കാരെ വലയ്ക്കുന്നു. പുന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്തിലെ നാക്കോല മാവിൻചുവട് റോഡിലാണ് കുണ്ടും കുഴിയും വെള്ളക്കെട്ടുമായി യാത്രക്കാർക്ക് ദുരിതയാത്ര സമ്മാനിച്ചിരുന്നത്. യാത്രാക്ലേശം പരിഹരിക്കാൻ റോഡിന് മധ്യത്തിൽ ക്വാറി വേസ്റ്റിട്ടത് ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കി. ഇതുമൂലം സ്കൂൾ വാഹനങ്ങളും ജോലിക്ക് പോകുന്നവരുടേതടക്കം നിരവധി വാഹനങ്ങൾ ഇരുവശത്തുമായി റോഡിൽ കുടുങ്ങി. ഒരു ജീവനക്കാരൻ മാത്രമാണ് ക്വാറി വേസ്റ്റ് നികത്താൻ ഉണ്ടായിരുന്നത്. വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ സമാന്തരമായി മറ്റൊരു റോഡ് ഇല്ലാത്തതും ഈ വഴി വന്നവരെ പ്രതിസന്ധിയിലാക്കി. നാക്കോല AEO റോഡും നവീകരണത്തിന്റെ പേരിൽ ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ്. ഏറെക്കാലമായി റോഡിന്റെ നവീകരണ പ്രവൃത്തി നടത്താത്തതിനാൽ ടാറിങ്ങില്ലാതെ കിടക്കുന്ന ഈ റോഡിൽ മഴക്കാലമായതോടെ നിറയെ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. നാക്കോല കള്ളുഷാപ്പിന് സമീപം വെള്ളക്കെട്ടും രൂക്ഷമാണ്. റോഡിന്റെ നിലവിലെ അവസ്ഥയിൽ കാൽനടയാത്ര പോലും ഏറെ ദുരിതമാണ്. ദിനംപ്രതി നിരവധി അമിതഭാരം കയറ്റിയ വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ റോഡിന്റെ അവസ്ഥ കൂടുതൽ മോശമാകുന്ന സാഹചര്യമാണ്. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് അധികൃതർ മുന്നറിയിപ്പോടുകൂടി നവീകരണ പ്രവൃത്തികൾ നടത്തി എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCTV ന്യൂസ്, പുന്നിയൂർക്കുളം. കുന്നംകുളം നഗരത്തിൽ റോഡരികിൽ കിടന്നിരുന്ന മാലിന്യങ്ങൾ നഗരസഭ നീക്കം ചെയ്തു. നഗരത്തിൽ പഴയ സാധനങ്ങൾ ശേഖരിക്കുന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന വൃദ്ധ കൂട്ടിയിട്ട മാലിന്യമാണ് നഗരസഭ പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തത്. മാനസിക വെല്ലുവിളി നേരിടുന്ന വൃദ്ധയാണ് നഗരത്തിന്റെ പലയിടങ്ങളിൽ നിന്നായി ശേഖരിക്കുന്ന പാഴ്വസ്തുക്കൾ യേശുദാസ് റോഡിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചത്. നഗരസഭ പല ആവർത്തിയായി മാലിന്യം നീക്കം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും വൃദ്ധയുടെ പ്രകോപനത്താൽ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. കുന്നംകുളം നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുകയും സമാനമായ മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്ത് പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുകയും ചെയ്തെങ്കിലും യേശുദാസ് റോഡിലെ മാലിന്യത്തിന് പരിഹാരം കാണാനായില്ല എന്നുള്ള വിഷയം പത്ര ദൃശ്യമാധ്യമങ്ങളിൽ ചർച്ചയായതിനെ തുടർന്ന് ആരോഗ്യ വിഭാഗം ദ്രുതഗതിയിൽ പരിഹാരം കാണുകയായിരുന്നു. നഗരസഭയുടെ മുഴുവൻ ശുചീകരണ തൊഴിലാളികളെയും വാഹനങ്ങളും ഉപയോഗിച്ച് പോലീസിന്റെ സാന്നിധ്യത്തിൽ 1 മണിക്കൂർ കൊണ്ട് മാലിന്യ കൂമ്പാരം പൂർണ്ണമായി നീക്കം ചെയ്തു. മാലിന്യങ്ങൾ ഗ്രീൻ പാർക്കിലെത്തിച്ച് തരംതിരിച്ച് സംസ്കരിക്കുകയും വില ലഭിക്കാവുന്ന പാഴ്വസ്തുക്കളുണ്ടെങ്കിൽ അത് ഹരിതകർമ്മസേനയുടെ സഹായത്തിൽ വിൽപ്പന നടത്തുകയും കിട്ടുന്ന തുക മാനസിക വെല്ലുവിളി നേരിടുന്ന വൃദ്ധയായ സ്ത്രീക്ക് തിരികെ നൽകുമെന്ന് പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗം അറിയിച്ചു. കുന്നംകുളം നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ആഡ്ലി പി ജോൺ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ A രഞ്ജിത്ത്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ S രശ്മി, MS ഷീബ, PP വിഷ്ണു, സിവിൽ പോലീസ് ഓഫീസർ ജിൻസി VJ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ്, കുന്നംകുളം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കൊരട്ടിക്കര ജുമാ മസ്ജിദിന് സമീപം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന വലിയ പൂമരത്തിന്റെ കൊമ്പുകൾ പൊട്ടിവീണു. കഴിഞ്ഞ ദിവസം ഉണ്ടായ കാറ്റിനെ തുടർന്ന് പൊട്ടിവീണ മരക്കൊമ്പുകൾ പ്രദേശവാസികൾ മുറിച്ചുമാറ്റി. പെരുമ്പിലാവ് മുതൽ കടവല്ലൂർ വരെ പാതയോരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകൾ മുറിച്ചുമാറ്റണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കുന്നതിനിടയിലാണ് മരക്കൊമ്പുകൾ പൊട്ടിവീണത്. മരത്തിന്റെ മറ്റൊരു ഉണങ്ങിയ കൊമ്പും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിലെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ടൂറിസ്റ്റ് ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു.
തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയുടെ ശോചനീയാവസ്ഥയിലും അധികാരികളുടെ അനാസ്ഥയിലും പ്രതിഷേധിച്ച് KLDOKL 46 സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. മഴുവഞ്ചേരി സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ തൃശൂർ ജില്ലയിൽ നിന്നുള്ള 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് കേച്ചേരി സെന്ററിൽ നടന്ന സമാപന യോഗം സംസ്ഥാന പ്രസിഡന്റ് ഷാജി തമ്പാനൂർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ശ്രീനി വെളിയത്ത് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി ബാഹുലയൻ തൃശൂർ, സംസ്ഥാന ട്രഷറർ സജീഷ് ഗുരുവായൂർ, ജില്ലാ സെക്രട്ടറി ആഷിഖ് ഗുരുവായൂർ, സോൺ സെക്രട്ടറി ബോർജോ അഞ്ഞൂർ തുടങ്ങിയവർ സംസാരിച്ചു. കലാശപ്പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ മലപ്പുറത്തിന് എതിരാളികളായി. എറണാകുളം 49ാമത് കേരള സംസ്ഥാന ജൂനിയർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വെള്ളിയാഴ്ച സെമിഫൈനൽ മത്സരങ്ങളിൽ എറണാകുളം ആതിഥേയരായ തൃശൂരിനെയും മലപ്പുറം പാലക്കാടിനെയും തോൽപ്പിച്ചു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നടന്ന ആദ്യ സെമിഫൈനലിൽ ആതിഥേയരായ തൃശൂർ എറണാകുളം മത്സരം സമനിലയിൽ ആയതിനെ തുടർന്ന് ടൈം ബ്രേക്കറിലേക്ക് കടന്നു. ടൈം ബ്രേക്കറിൽ 4-നെതിരെ 5 ഗോളിനായിരുന്നു എറണാകുളത്തിന്റെ വിജയം. മത്സരത്തിൽ എറണാകുളത്തിന്റെ അദ്വൈത് മാൻ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടു. 4:30 നടന്ന രണ്ടാം സെമിഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ മലപ്പുറം പാലക്കാട് മത്സരത്തിൽ മലപ്പുറം ഏകപക്ഷീയമായ 2 ഗോളിനാണ് പാലക്കാടിനെ പരാജയപ്പെടുത്തിയത്. മലപ്പുറത്തിന്റെ ഷാഹിബ് അലി പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരത്തിന് അർഹനായി. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ശനിയാഴ്ച രാവിലെ 3ാം സ്ഥാനക്കാരെ കണ്ടെത്താനുള്ള ലൂസേഴ്സ് ഫൈനൽ മത്സരവും ഉച്ചതിരിഞ്ഞ് ഫൈനൽ മത്സരവും നടക്കും. മത്സരശേഷം വിജയികൾക്കുള്ള ട്രോഫികൾ കെ രാധാകൃഷ്ണൻ MP സമ്മാനിക്കും. CCTV ന്യൂസ് കുന്നംകുളം. TP ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വായനശാല TP ഉണ്ണികൃഷ്ണൻ അനുസ്മരണം നടത്തി. റിട്ടയർഡ് ജില്ലാ പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ PK വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PV രജീഷ് കുമാർ അധ്യക്ഷനായി. കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി, ഗായകൻ നിഖിൽ പ്രഭ 2023-24 അധ്യയന വർഷത്തിൽ വിവിധ പരീക്ഷയിലെ വിജയികളെയും ആദരിച്ചു. വായനശാല സെക്രട്ടറി പ്രഭാകരൻ KK അനുസ്മരണ പ്രഭാഷണം നടത്തി. ചാലിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ, NSS സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ രഞ്ജിത്ത്, CDS ചെയർപേഴ്സൺ ലതാ സൽഗുണൻ, കേരള സാഹിത്യ അക്കാദമി ചീഫ് ലൈബ്രറിയൻ ശാന്ത PK, വായനശാല ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയിലെ A ഗ്രേഡ് വായനശാലകൾക്ക് പ്രൊജക്ടറും കായിക സമിതികൾക്ക് സ്പോർട്സ് കിറ്റും നൽകി. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A സായിനാഥൻ അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ ജ്യോതി രവീന്ദ്രനാഥ്, സ്കൂൾ പ്രിൻസിപ്പാൾ P സീന, PTA പ്രസിഡന്റ് TS ഷെനിൽ എന്നിവർ സംസാരിച്ചു. ആധുനിക രീതിയിൽ നവീകരിച്ച റോഡിൽ കുണ്ടും കുഴികളും നിറഞ്ഞത് യാത്രക്കാരെ വലയ്ക്കുന്നു. പ്രതിഷേധവുമായി കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾ. പാറേമ്പാടം ആറ്റുപുറം റോഡിൽ ജെറുസലേം മുതൽ പെങ്ങാമുക്ക് വരെയുള്ള 3 കിലോമീറ്റർ ദൂരം റോഡിലാണ് കുഴികൾ നിറഞ്ഞത്. കിലോമീറ്ററിന് 1 കോടി നിരക്കിൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച റോഡിലാണ് വലിയ കുഴികൾ രൂപപ്പെട്ടത്. ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയാണ് കൂടുതൽ ഭാഗത്തും കുഴികൾ ഉണ്ടായിട്ടുള്ളത്. 3 മാസം മുമ്പ് ചിറക്കൽ സെന്ററിന് സമീപം റോഡരികിൽ പൈപ്പ് പൊട്ടിയിരുന്നു. വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ നടുറോഡിൽ വലിയ കുഴിയായി. IHDP റോഡിലേക്കുള്ള വഴിയിൽ ജൽജീവൻ പദ്ധതിയുടെ പൈപ്പിട്ടതോടെയാണ് കുഴിയായത്. മുൻപ് റോഡരികിൽ പൈപ്പ് പൊട്ടിയ ഭാഗങ്ങളിൽ ടാറിംഗ് നടത്തിയിരുന്നു. എന്നാൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച റോഡിൽ സാധാരണ രീതിയിൽ ടാറിംഗ് നടത്തുന്നതോടെ ഈ ഭാഗങ്ങളിൽ വീണ്ടും കുഴിയാവുകയാണ്. റോഡിൽ കുഴികൾ അടയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്തിലെ കോൺഗ്രസ് ജനപ്രതിനിധികളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, പ്രമീള രാജൻ തുടങ്ങിയവർ ചിറക്കൽ സെന്ററിൽ പ്രതിഷേധ സമരം നടത്തി. PWD ജൽജീവൻ തമ്മിൽ കരാറുണ്ടായിട്ടും പൊളിച്ച റോഡുകൾ നന്നാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെങ്കിൽ ഓഫീസുകൾ ഉപരോധിക്കുമെന്ന് കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞു. അടിയന്തരമായി റോഡ് ശരിയാക്കുന്നതിന് ഇടപെടണം. ഒട്ടനവധി ആളുകൾ ഇതിൽ വീണ് അവർക്ക് ഒരുപാട് ഭീകരമായിട്ടുള്ള രീതിയിലുള്ള പരിക്കുകൾ പറ്റിയിരിക്കുകയാണ്. മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലാണ് കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ പൊതുമരാമത്ത് റോഡുകൾ, പഞ്ചായത്ത് റോഡുകൾ കിടക്കുന്നത്. അടിയന്തരമായി ഇടപെട്ടില്ല എങ്കിൽ അതിശക്തമായ സമരങ്ങളുമായി. CCTV ന്യൂസ് പെരുമ്പിലാവ്. ലളിതവും സ്വതസിദ്ധവുമായ ശൈലിയിൽ സ്വന്തം അനുഭവങ്ങൾ കാച്ചിക്കുറുക്കിയെഴുതി വായനക്കാരെ ആകർഷിച്ച വ്യക്തിയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ജീവിതത്തിലെ ലാളിത്യം ഭാഷയിലും പ്രകടമാക്കിയപ്പോൾ ബഷീർ എന്ന എഴുത്തുകാരനെ വായനക്കാർ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു. ജൂലൈ 5 ബഷീർ ദിനം. മഹാതീരം ഏകാന്തതയുടെ
ഓരോ എഴുത്തുകാർക്കും ഓരോ ശൈലിയുണ്ട്. ആ എഴുത്തിന്റെ രീതി തന്നെയാണ് എഴുത്തുകാരെ വ്യത്യസ്തരാക്കുന്നത്. ബഷീർ എന്ന എഴുത്തുകാരനെ വായനക്കാരുടെ പ്രിയപ്പെട്ടവനാക്കിയതും അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഭാഷാശൈലിയായിരുന്നു. ഒറ്റനോട്ടത്തിൽ ഒരർത്ഥവുമില്ലാത്ത ലൊട്ടുലൊടുക്ക് വാക്കുകൾ ബഷീറിന്റെ കൈവെള്ളയിൽ കുറിച്ചപ്പോൾ ആ വാക്കുകളുടെ മേന്മയെന്തെന്ന് അതേ അർത്ഥത്തിൽ വായനക്കാർ ആസ്വദിച്ചു. സ്വന്തം ജീവിതാനുഭവങ്ങൾ പച്ചഭാഷയിൽ എഴുതിയപ്പോൾ സാധാരണക്കാരന്റെ സാധാരണ എഴുത്തുകൾ വായനക്കാർ നെഞ്ചോട് ചേർത്തു. ഭാഷയിലെ സാഹിത്യവും വ്യാകരണവുമൊക്കെ പൊളിച്ച് അനുഭവിച്ച ദുരിതവും ദാരിദ്ര്യവും യാത്രകളും ജയിൽവാസവുമെല്ലാം അല്പം ബലിതത്തോടുകൂടി അവതരിപ്പിച്ചപ്പോൾ വായനക്കാരത് രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു. മലയാള സാഹിത്യത്തിൽ തന്നെ ബഷീറിന്റെ മാത്രമായിരുന്ന പല പ്രയോഗങ്ങൾ കൂടി കടന്നു വന്നപ്പോൾ മലയാള ഭാഷയ്ക്ക് തന്നെ അത് വെളിച്ചമേകി. വായന ഇഷ്ടപ്പെടാത്ത ആളുകൾക്കു പോലും വായനയോട് ആകർഷണം തോന്നാൻ ബഷീറിന്റെ രചനകൾ സഹായകരമായി. കുട്ടികളും മുതിർന്നവരെയുമെല്ലാം ഒരുപോലെ സ്വാധീനിക്കാൻ ബഷീറിന് സാധിച്ചു. ബാല്യകാലസഖി, നിന്റെ ഉപ്പൂപ്പയ്ക്കൊരാനുണ്ടാർന്ന്, പാത്തൂമ്മയുടെ ആട്, പ്രേമലേഖനം, മതിലുകൾ, വിശ്വവിഖ്യാതമായ മൂക്ക്, മുച്ചീട്ടുകളിക്കാരന്റെ മകൾ തുടങ്ങി അദ്ദേഹം സമ്മാനിച്ച രചനകളും അതിലെ ഓരോ കഥാപാത്രങ്ങളും മനസ്സിൽ തങ്ങി നിൽക്കുന്നവയാണ്. ഓരോ കഥാപാത്രത്തെയും മറക്കാനാവാത്ത വിധം വായനക്കാർക്കിടയിൽ പ്രതിഷ്ഠിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സവിശേഷത. വിശ്വസാഹിത്യകാരൻ എന്ന് പറയുന്നത് വിശ്വത്തിന്റെ ഒരു മൂലയിലിരുന്ന് സാഹിത്യം എഴുതുന്നതാണെന്ന് അദ്ദേഹം ഒരിക്കൽ സ്വയം കളിയാക്കി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ചിന്തയും എഴുത്തുമൊക്കെയാണ് ബഷീറിനെ വിശ്വസാഹിത്യത്തിലെ സുൽത്താനാക്കിയത്. ബഷീറിന്റെ ഭാഷാശൈലി വിവർത്തകരുടെ കൈപ്പിടിയിൽ ഒതുങ്ങാനാവാത്ത വിധം വ്യത്യസ്തമായിരുന്നു. മലയാള ഭാഷയ്ക്ക് പുതിയ ഭാവുകത്വം നൽകിയ ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ ഇന്നും വായനക്കാർക്കിടയിൽ വെളിച്ചമേകുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ എഴുത്തുകാരനായി ശോഭിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് CCTV. മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് LP സ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീർ ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ബഷീർ കഥാപാത്രങ്ങളെയും കൃതികളെയും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. ബഷീറിന്റെ പ്രധാന കൃതികളിലെ കഥാപാത്രങ്ങളുടെ വേഷമണിഞ്ഞെത്തിയ കുട്ടികൾ ബഷീർ ദിനത്തെ അവിസ്മരണീയമാക്കി. പ്രധാന കഥാപാത്രങ്ങളായ സുഹറ, മജീദ്, അബി, ഹനീഫ എന്നീ കഥാപാത്രങ്ങളെക്കുറിച്ച് ജിംസി ടീച്ചർ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. ബഷീറിന്റെ സാധാരണക്കാരുടെ പച്ചയായ ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിലുടനീളം കാണാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിന്റെ കൃതികളിൽ ഓരോ സന്ദർഭവും ഉദ്ധരിച്ചുകൊണ്ട് സിസ്റ്റർ വിജിൽ ജീസ് വ്യക്തമാക്കി. പ്രധാന അധ്യാപിക സിസ്റ്റർ അഞ്ജലി, അധ്യാപകരായ സിസ്റ്റർ വിജിൽ ജീസ്, ജിൻസി ടീച്ചർ എന്നിവർ ദിനാചരണത്തിന് നേതൃത്വം നൽകി. കേച്ചേരി അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈക്കം മുഹമ്മദ് ബഷീർ ദിനാഘോഷം നടന്നു. മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളിലെ വിവിധ കഥാപാത്രങ്ങളുടെ വേഷവിധാനത്തോടെ വിദ്യാർത്ഥികൾ ബഷീറിന്റെ കഥാപാത്രങ്ങളായി മാറി. ബഷീർ കഥാപാത്രങ്ങളുടെ ചിത്രീകരണവും ബഷീർ ദിന ക്വിസ് എന്നിവയും സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപിക സുമി റോസ് ബഷീർ ദിന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ മലയാളം അധ്യാപകരായ രാഹുൽ ബാബു, ശില്പ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം സാഹിത്യകാരൻ ഗിന്നസത്ത റാദൂർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ MD ഷീബ അധ്യക്ഷത വഹിച്ചു. സീനിയർ അസിസ്റ്റന്റ് J ലൗലി, സ്റ്റാഫ് സെക്രട്ടറി P ഷീജ, വിദ്യാരംഗം കൺവീനർ AM ഗ്രീഷ്മ ദേവി, SRG കൺവീനർ PC ശ്രീജ, അനധ്യാപക പ്രതിനിധി NV മധു തുടങ്ങിയവർ സംസാരിച്ചു. പുസ്തക പ്രദർശനം, ബഷീർ കൃതികളുടെ വായന, പോസ്റ്റർ പ്രദർശനം, ബഷീർ അനുസ്മരണ ഗാനം, കവിത, ബഷീർ കൃതികളിലെ കഥാപാത്രങ്ങളുടെ ആവിഷ്കാരം എന്നിവ അനുസ്മരണ പരിപാടികളുടെ ഭാഗമായി നടന്നു. ബഷീറിന്റെ കൃതികളിലെ കഥാപാത്രങ്ങളെ ക്യാൻവാസിൽ രേഖാചിത്രങ്ങളാക്കി മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാധ്യാപകൻ ജോൺസൺ നമ്പഴിക്കാടും വിദ്യാർത്ഥികളും ബഷീറിന്റെ ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ആനപ്പൂട തുടങ്ങി കഥകളിലെ കഥാപാത്രങ്ങളെ ബഷീർ ദിനാചരണത്തിന്റെ ഭാഗമായി വരച്ച് വലിയ ക്യാൻവാസിൽ വിദ്യാലയാങ്കണത്തിൽ പ്രദർശിപ്പിച്ചു. ബേപ്പൂർ സുൽത്താൻ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനശ്വര കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ വിദ്യാർത്ഥികളിൽ കൗതുകമുണർത്തി. പ്രിൻസിപ്പാൾ സന്തോഷ് ടി മട്ടി, പ്രധാനാധ്യാപകൻ ആൻഡോസി കാക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ജസ്റ്റിൻ പിഡിയാൻ, സെബി K തോമസ്, VP കൃഷ്ണൻ എന്നിവരും ചിത്രകലാ വിദ്യാർത്ഥികളും നേതൃത്വം നൽകി. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗണിത ക്ലബിന്റെ 2024-25 വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു.
ഗണിത വിഭാഗം അധ്യാപിക ലീന ചെറിയാൻ അധ്യക്ഷയായ യോഗത്തിൽ പൂർവ്വ വിദ്യാർത്ഥിനിയും MD കോളേജ് ഗണിത വിഭാഗം മേധാവിയുമായ പ്രൊഫസർ അഞ്ജു ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ഗണിതശാസ്ത്രത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും നിത്യജീവിതത്തിൽ ഗണിതത്തിലെ സ്വാധീനത്തെക്കുറിച്ചും പ്രൊഫസർ അഞ്ജു ബാബു കുട്ടികളോട് സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OAC ആശംസകൾ അറിയിച്ചു. ഗണിത പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങുകൾക്ക് ഗണിത രൂപത്തിലുള്ള വഞ്ചിപ്പാട്ട് മാറ്റുകൂട്ടി. വിദ്യാർത്ഥികളായ പൗർണമി, അഭിനവ്, ഷഹസാദ് എന്നിവർ റൂബിക്സ് ക്യൂബ് സോൾവിംഗിൽ പ്രകടനം കാഴ്ചവെച്ചു. ശേഷം നടന്ന ചോദ്യോത്തരവേളയ്ക്ക് ഋതുനന്ദ നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിർമ്മിച്ച അലങ്കാര ഗോപുരത്തിന്റെയും നടപ്പന്തലിന്റെയും സമർപ്പണം ഞായറാഴ്ച നടക്കുമെന്ന് വഴിപാടായി സമർപ്പിക്കുന്ന പ്രവാസി വ്യവസായി അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് വിജയകുമാർ മേനോൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 7-ന് നടക്കുന്ന സമർപ്പണ ചടങ്ങിൽ പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് മുഖ്യാതിഥിയാകും. തുടർന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രമുഖ വ്യക്തികൾ സംബന്ധിക്കും. 150 കലാകാരന്മാർ അണിനിരക്കുന്ന മേളവും ഉണ്ടാകും. 2 നിലകളിലായി കേരളീയ വാസ്തുശൈലിയിലാണ് പ്രവേശന കവാടമായി അലങ്കാര ഗോപുരം നിർമ്മിച്ചിട്ടുള്ളത്. 3 താഴികക്കുടങ്ങൾ, കൊത്തുപണികളോടുകൂടിയ അഷ്ടദിക്പാലകർ, വ്യാളിരൂപം, തൂണുകളിൽ ഗുരുവായൂരപ്പന്റെ ചതുർബാഹുരൂപം, വെണ്ണക്കണ്ണൻ, ദ്വാരപാലകർ തുടങ്ങിയവയുമുണ്ട്. നടപ്പന്തൽ തൂണുകളിൽ കോൺക്രീറ്റിൽ തീർത്ത ദശാവതാരങ്ങളാണ്. വാസ്തു ആചാര്യൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശാനുസരണം ശില്പി എളവള്ളി നന്ദന്റെ നേതൃത്വത്തിൽ പെരുവല്ലൂർ മണികണ്ഠൻ, സൗപർണിക രാജേഷ്, പാന്തറ വിനീത് കണ്ണൻ തുടങ്ങിയവരാണ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത്. 3.5 കോടിയാണ് നിർമ്മാണ ചെലവ്. അടുത്ത ഘട്ടത്തിൽ ചുമർ ചിത്രങ്ങൾ, കലവറ എന്നിവ വഴിപാടായി സമർപ്പിക്കുമെന്നും വിഘ്നേഷ് വിജയകുമാർ അറിയിച്ചു. ബിനു ചാർലി, M അൻഷാദ്, KS സിബി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. കാട്ടകമ്പൽ പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും നടത്തി. പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ നടന്ന ചന്തയുടെയും കർഷക സഭയുടെയും ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. ചെണ്ടുമല്ലി തൈകളുടെ വിതരണം കാട്ടകമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ, കൃഷി ഓഫീസർ, പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. പെരുമ്പിലാവ് ലയൺസ് ക്ലബിന്റെ 5 in 1 ഡേ കടവല്ലൂർ കല്ലുംപുറം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിൽ നടത്തി. കറിവേപ്പിലത്തോട്ടം, പ്രമേഹ പരിശോധനാ ക്യാമ്പ്, ചൈൽഡ് ഫുഡ് ക്യാൻസർ, പ്രോട്ടീൻ കിറ്റ് വിതരണം, മിഷൻ ഐ പ്രൊട്ടക്ഷൻ, ഫസ്റ്റ് എയ്ഡ് കിറ്റ് വിതരണം, ഭക്ഷണ കിറ്റ് വിതരണം എന്നിവയാണ് 5 in 1 ഡേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പെരുമ്പിലാവ് ലയൺസ് ഇന്റർനാഷണൽ ക്ലബ് പ്രസിഡന്റ് സുകുമാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം റീജിയണൽ ചെയർപേഴ്സൺ ജ്യോതിസ് സുരേന്ദ്രൻ നിർവഹിച്ചു. കല്ലുംപുറം സ്കൂൾ അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ NV ആന്റണി മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പാൾ ലിനി ഷുബു, ഗിൽബർട്ട് പാറമേൽ, അബ്ദുൾ നാസർ, മോഹൻ പെരുമ്പിലാവ്, ഡോക്ടർ ബീന അജിൻ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ട്രെയിനിംഗ് പൂർത്തിയാക്കിയ മേറ്റുമാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ, മെമ്പർമാരായ KR സിമി, MK ശശിധരൻ, PA മുഹമ്മദ് കുട്ടി, മൈമൂന ഷെബിർ, രജിത ഷാജി, സൈബുനിസ ഷർഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് BDO ജിജു ജോർജ് മേറ്റുമാർക്ക് പ്രവൃത്തികളെക്കുറിച്ച് ക്ലാസ് എടുത്തു. ചാവക്കാട് താങ്ങും തണലും കൂട്ടായ്മയുടെ 4ാം വാർഷികാഘോഷം നടത്തി. ചാവക്കാട് പോലീസ് SHO A പ്രതാപ് ഉദ്ഘാടനം നിർവഹിച്ചു. താങ്ങും തണലും കൂട്ടായ്മ പ്രസിഡന്റ് ഷെജി വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. വിശിഷ്ടാതിഥികളായ ഹെൽത്ത് ഇൻസ്പെക്ടർ രാംകുമാർ, മാധ്യമപ്രവർത്തകരായ KC ശിവദാസൻ, ക്ലിറ്റസ്, താങ്ങും തണലും കൂട്ടായ്മ രക്ഷാധികാരികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് പുന്നയൂർക്കുളം മുൻ മണ്ഡലം സെക്രട്ടറി തുരുത്തുമ്മൽ മൊയ്തുട്ടിയുടെ വിയോഗത്തിൽ UDF പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം നടത്തി. അണ്ടത്തോട് സെന്ററിൽ നടന്ന പരിപാടി പുന്നയൂർക്കുളം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ P ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PP ബാബു അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി AM അലാവുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി TM ഇല്യാസ്, ഗ്രാമപഞ്ചായത്ത് അംഗം KH ആബിദ്, NR ഗഫൂർ, മൂസ ആലത്തയിൽ, P രാജൻ, V മായിൻകുട്ടി, പരീദ്, ഹുസൈൻ വലിയകത്ത്, VK മുഹമ്മദ്, റാഫി മാലിക്കുളം, V മുഹമ്മദ് അലി, ഷാഹിദ് തുടങ്ങിയവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ 106ാമത് ജന്മദിനത്തിൽ ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം നടന്നു. ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. ലാസർ മാസ്റ്റർ, KH ഷാഹുൽ ഹമീദ്, KV സത്താർ, രേണുക ശങ്കർ, പീറ്റർ പാലയൂർ, MS ശിവദാസ്, VK ജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ഗുരുവായൂർ ക്ഷേത്രമുത്സവം 8ാം വിളക്ക് ദിനത്തിലെ പാദാന പകർച്ച പരമ്പരാഗതമായി ഏറ്റുവാങ്ങിയിരുന്നവരുടെയും വിശേഷ ദിവസങ്ങളിൽ വിഭവങ്ങൾ കൈപ്പറ്റി വരുന്നവരുടെയും കൂട്ടായ്മ സംഘടിപ്പിച്ചു. 50ഓളം നായർ കുടുംബങ്ങളിലെ 100ഓളം പേരാണ് ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒത്തുചേർന്നത്. ഗുരുവായൂർ ക്ഷേത്രം മുൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ആർ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷനായി. കോർഡിനേറ്റർ രവി ചങ്കത്ത്, സെക്രട്ടറി അനിൽ കല്ലാറ്റ്, ചിറ്റാട വാസുദേവൻ, മാടക്കാവിൽ ലക്ഷ്മീദേവി തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി കാക്കശ്ശേരി പാടത്ത് 20 ഹെക്ടർ കൃഷിസ്ഥലത്ത് നടീൽ പൂർത്തീകരിച്ചു. കോതമംഗലം പാടത്ത് ഇന്ന് മുതൽ നടീൽ ആരംഭിച്ചു. കൃഷിക്കാരെ അവഹേളിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് ചാലിശ്ശേരി പഞ്ചായത്തും കൃഷിഭവനും പാടശേഖര സമിതി നടത്തുന്നതെന്ന് ചാലിശ്ശേരി, കാക്കശ്ശേരി, കോതമംഗലം പാടശേഖരങ്ങളിൽ നെൽകൃഷി ചെയ്യുന്ന കർഷകർ ആരോപിച്ചു. മുണ്ടകൻ കൃഷിയുടെ നെല്ല് സംഭരണം കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും നെല്ലുവില ലഭിക്കാത്തതിൽ കർഷകർ വിരിപ്പു കൃഷിക്ക് തയ്യാറാക്കിയ ഞാറ്റടികൾ ഭാഗികമായി നശിപ്പിച്ച് പ്രതിഷേധിച്ചിരുന്നു. കൃഷി ഓഫീസറുടെ നിർദ്ദേശാനുസരണമാണ് കളനാശിനി ഉപയോഗിച്ചത്. പച്ചവെള്ളം തളിച്ചെന്ന് പറഞ്ഞതും കൃഷിയിടത്തിലെ ജൈവവൈവിധ്യം നശിപ്പിക്കുകയാണെന്നും പറഞ്ഞത് അസത്യമാണെന്ന് കർഷകർ ആരോപിച്ചു. ഫെബ്രുവരി മാസത്തിൽ നെല്ല് സംഭരണം നടത്തി പണം ലഭിക്കാനുള്ള രേഖകൾ PMOക്ക് പാടശേഖര സമിതി കൈമാറിയത് മെയ് മാസത്തിലാണ്. ഇത്തരത്തിലുള്ള സമിതിയുടെ അനാസ്ഥയാണ് നെല്ലിന്റെ വില ലഭിക്കാൻ കാലതാമസമുണ്ടായത്. കൃഷി ഓഫീസറോട് പോയി ചോദിച്ചിട്ടാണ് പുല്ല് പഠിക്കാനുള്ള മരുന്ന് കിട്ടണം എന്നൊരു വഴി എന്താണെന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ടാണ് മണ്ടുമ്പാൽ എന്ന് പറഞ്ഞ പയനിയിലൊരു കടയിലേക്ക് വിളിച്ചു പറഞ്ഞ് അയാളാണ് ഈ മരുന്ന് ഞങ്ങൾക്ക് ഏർപ്പാടാക്കിയത്. ഇത് മെയിനായിട്ട് ഈ സംഭവങ്ങൾ വഷളാക്കിയത് കാക്കശ്ശേരി പാടശേഖര സമിതിയുടെ ഭാരവാഹികളുടെ വീഴ്ചയാണ്. നെല്ല് സംഭരണത്തിൻ്റെ PMO പറഞ്ഞത് ഫെബ്രുവരി സംഭരിച്ചതിൻ്റെ മെയ് 14 അവിടെ സബ്മിറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഇത്രയും കാലതാമസം വന്നതും നെല്ലിൻ്റെ പൈസ കിട്ടാത്തതെന്നാണ് അദ്ദേഹം ഞങ്ങളോട് വിശദീകരിച്ചു. കൃഷിയിടങ്ങൾ തരിശായി ഇടരുതെന്ന സർക്കാർ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ട് ഇരിപ്പു കൃഷി ഇറക്കുന്ന കാക്കശ്ശേരി, കോതമംഗലം പാടശേഖരങ്ങളിൽ നെൽകൃഷി ചെയ്യുന്നവരെ വാർത്താ സമ്മേളനം നടത്തി അവഹേളിക്കാതെ സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും കൃഷിക്കുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യാതെ കർഷകരെ അവഹേളിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് കർഷകരായ സതീഷ് കുമാർ, PA കുട്ടൻ ആലിക്കര, ഉഷാകുമാരി, മണികണ്ഠൻ M, രമേശ് KA എന്നിവർ പറഞ്ഞു. വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന അത്ര മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടുത്തെ ചാലിശ്ശേരിയിലെ കാക്കശ്ശേരി പാടശേഖരത്തിൻ്റെ ഭാരവാഹികൾ എന്ന് പറയുന്ന ആളുകൾ ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്കൊക്കെ പരിശോധിക്കാം. നമ്മുടെ ആധാരമുണ്ട്, കരാറ് മുതൽ ആധാരം, അടിയാധാരം, കൈവശം എല്ലാം ഉണ്ട്. ആർക്ക് വേണം പരിശോധിക്കാം. ഇതിപ്പോൾ നാളെ പറയും ഇത് ചിലപ്പോൾ ഫേക്കാണെന്നൊക്കെ. അത് നമുക്ക് വില്ലേജിൽ പോയി കഴിഞ്ഞാലും അതിൻ്റെ രേഖകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകളുമായിട്ട് കർഷകനെ ഈ കൃഷിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അത്രമാത്രം വേദനാജനകമായിട്ടുള്ള ഒരു സമീപനമാണ് ഇവർ നടത്തിപ്പോയത്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി ലീഡർ K കരുണാകരനെ അനുസ്മരിച്ചു. മഞ്ജുളാൽ പരിസരത്ത് കരുണാകരന്റെ ഛായാചിത്രത്തിൽ പുഷ്പാഞ്ജലി അർപ്പിച്ച് ആരംഭം കുറിച്ച അനുസ്മരണ സദസ്സ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R രവികുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷനായി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൗൺസിലർമാരായ KP റഷീദ്, CS സൂരജ്, രേണുക ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. ശിഹാബ് തങ്ങൾ സ്മാരക ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ബോർഡ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. ചാലിശ്ശേരി 1-ാം വാർഡ് പടാട്ടുകുന്ന് നരിമടയിൽ IUML പടാട്ടുകുന്ന് ശാഖ ശിഹാബ് തങ്ങളുടെ പേരിൽ നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നെയിം ബോർഡാണ് കഴിഞ്ഞ ദിവസം രാത്രി സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. ശാഖാ പ്രസിഡന്റ് ആബിദ് ഹുസൈൻ തങ്ങൾ, സെക്രട്ടറി KT അലി, കബീർ പാലഞ്ചേരി എന്നിവർ ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വേലൂർ ഗവൺമെന്റ് രാജസർ രാമോർമ ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്നേഹസാന്ദ്രം സഹപാഠിക്കൊരു സഹായം പദ്ധതിക്ക് തുടക്കമായി. നിർധനരായ സഹപാഠികളെ കണ്ടെത്തി സഹായങ്ങൾ എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. SMP ചെയർമാൻ TD ദയൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ MV രത്നകുമാർ, MPTA പ്രസിഡന്റ് ഷജീന നാസർ, PK ബിന്ദു, പ്രമീള അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളായി ആനന്ദൻ KV പ്രസിഡന്റ്, അഡ്വക്കേറ്റ് ബാബു മങ്ങാടൻ സെക്രട്ടറി, മഹേന്ദ്രൻ PS ട്രഷറർ എന്നിവർ ചുമതലയേറ്റു. മുൻ പ്രസിഡന്റ് ഡെന്നി VKയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി റോട്ടേറിയൻ ജോഷി ചാക്കോ മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് ഗവർണർ ഹരീന്ദ്രനാഥ് AK പുതിയ റോട്ടറി അംഗങ്ങളെ അവരോധിച്ചു.
ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും കലാകായിക സാംസ്കാരിക മേഖലകളിലും നിറസാന്നിധ്യമായ കരിക്കാട് ഭട്ടിമുറി മഹാത്മാ സാംസ്കാരിക വേദി ഓണത്തിന് വരവേൽക്കാനായി ചെണ്ടുമല്ലി പൂക്കൃഷി ആരംഭിച്ചു. പോർക്കുളം പഞ്ചായത്ത് കൃഷി ഓഫീസർ പ്രശാന്ത് തൈ നട്ടുകൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മഹാത്മാ വനിതാവേദിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പൂക്കൃഷിക്ക് വാർഡ് മെമ്പർ ജ്യോതിഷ് ആശംസകൾ നേർന്നു. തുടർന്ന് വനിതാവേദി അംഗങ്ങളും തൈകൾ നട്ടു. വനിതാവേദി പ്രസിഡന്റ് ധനിത ഷാജി, സെക്രട്ടറി ജിസ്ന തുടങ്ങിയവർ സംസാരിച്ചു. ഒരുമനൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും കുടുംബശ്രീയും സംയുക്തമായി ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KV കബീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആഷിത മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV രവീന്ദ്രൻ, ET ഫിലോമിന, മെമ്പർമാരായ ഹസീന അൻവർ, നഷ്ര മുഹമ്മദ്, നസീർ മൂപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നത്തൂർ റെസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജൂലൈ 7 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് അനുമോദന സദസ്സ് സംഘടിപ്പിക്കുന്നു. ഉന്നത വിജയം കൈവരിച്ച +2 SSLC വിദ്യാർത്ഥികൾക്ക് നൽകുന്ന അനുമോദനം സിനിമാ താരവും എഴുത്തുകാരനും വേറിട്ട കാഴ്ചകളുടെ ശില്പിയുമായ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്യും. കുന്നത്തൂർ റെസിഡന്റ് സാംസ്കാരിക കേന്ദ്രത്തിൽ നടക്കുന്ന പരിപാടിയിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള MPPM യൂത്ത് അസോസിയേഷനും കുന്നംകുളം സൈമൺ ഐ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തുന്നു. ജൂലൈ 7 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ യാക്കോബായ സുറിയാനി പള്ളി അങ്കണത്തിൽ ക്യാമ്പ് നടക്കും. വിദഗ്ധരായ ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 97 45 36 56 09, 85 90 67 21 96 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്യാമ്പിന് വികാരി ഫാദർ ഡിൽജോ എലിയാസ് കൂരൻ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സാബൂസ് കറിയാച്ചൻ, സെക്രട്ടറി സ്റ്റീനോ വർഗീസ്, ട്രഷറർ ക്രിസ്റ്റോ ടൈറ്റസ് എന്നിവർ നേതൃത്വം നൽകും. മർത്തങ്കോട് മാർ പിലക്സിനോ സ്കൂളിൽ കാർഷിക ക്ലബ് ഉദ്ഘാടനവും സീഡ് ബോൾ നിർമ്മാണവും സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപിക ലൈലിക ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ഫാദർ സജി കുളങ്ങാട്ടിൽ, അധ്യാപകരായ അനു PB, ലീന ES എന്നിവർ സംസാരിച്ചു. സീനത്ത് CM, ജീന ജോൺ, സ്റ്റെഫി സണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി. വന്നേരി ഹൈസ്കൂൾ 1994-95 ബാച്ച് ഒരു വട്ടം കൂടി ടീം കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി വാട്ടർ ടാങ്ക് സ്കൂളിന് സമർപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ലോഗോ പ്രകാശനവും അതിനോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന മാഗസിന്റെ കവർ പേജ് പ്രകാശനവും നടന്നു. വാട്ടർ ടാങ്ക് സമർപ്പണം സ്കൂൾ മാനേജർ രമണി അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വട്ടം കൂടി പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം വന്നേരി സ്കൂൾ ഹെഡ് മിസ്ട്രസ് മില്ലി ടീച്ചറും സുവനീറിന്റെ കവർ പേജ് പ്രകാശനം വന്നേരി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സന്ധ്യ ടീച്ചറും നിർവഹിച്ചു. ചടങ്ങിൽ 1994-95 ബാച്ചിലെ വിദ്യാർത്ഥികളായ ഷക്കീല, ഷെരീഫ്, റീന, രാജേഷ്, ഫൈസൽ, ഷക്കീർ, ലില്ലി, അജ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് എടക്കഴിയൂർ തെക്കേ മദ്രസയ്ക്ക് പടിഞ്ഞാറു ഭാഗം താമസിക്കുന്ന പള്ളിപ്പറമ്പിൽ സൈനുദ്ദീന്റെ വീട്ടിലുള്ള വിറകുപുരയിൽ നിന്നും 6 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ കണ്ടെത്തി. പാചകം ചെയ്യാൻ വിറകുപുരയിൽ നിന്നും വിറകെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മൂർഖനെ കണ്ടത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്നേക് ക്യാച്ചർ വീരാൻകുട്ടി പള്ളിപ്പറമ്പിലെത്തി പാമ്പിനെ പിടികൂടി. വിപണി. ചാവക്കാട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ആർട്ടിസ്റ്ററി ഷോയ്ക്ക് തുടക്കമായി. ജൂലൈ 4 മുതൽ 7 വരെയാണ് ആർട്ടിസ്ട്രി ഷോ നടത്തുന്നത്. ആർട്ടിസ്ട്രി ഷോയുടെ ഉദ്ഘാടനം 12 നവവധുക്കൾ ചേർന്ന് നിർവഹിച്ചു. ചാവക്കാട് മലബാർ ഗോൾഡ് ഷോറൂം ഹെഡ് അരുൺദാസ് ജെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുതിയ കളക്ഷന്റെ പ്രകാശനം ഷോറൂം മാനേജർ അഹമ്മദ് നൌഷാദ് നിർവഹിച്ചു. ഡെപ്യൂട്ടി ഷോറൂം ഹെഡ് അബ്ദുൾ റസാഖ്, ഇൻവെസ്റ്റർമാരായ ജലീൽ, അഷ്റഫ് എന്നിവർ സംസാരിച്ചു. സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റേകാനായി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഭരണങ്ങളുടെ പുതിയ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 100% BIS 916 ഹാൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങൾ ഉറപ്പു നൽകുന്നു.
ആഭരണ വ്യാപാര ശൃംഖല എന്നതിനപ്പുറം നിരവധി സാമൂഹിക കാരുണ്യ പ്രവർത്തന മേഖലകളിലും മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ശ്രദ്ധേയമാണ്. ഇതിനകം നിരവധി സഹായ പ്രവർത്തനങ്ങളാണ് സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. ചടങ്ങിൽ 2023-24 അധ്യയന വർഷത്തിൽ SSLC, +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ചാവക്കാട്. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഹൌസിൽ മൈക്ക് സെറ്റ് സ്വിച്ച് ഓൺ കർമ്മം നടത്തി. ക്ലബ് വൈസ് പ്രസിഡന്റ് ബഷീർ മോഡേൺ ഉദ്ഘാടനം ചെയ്തു. CB മണികണ്ഠൻ അധ്യക്ഷനായി. ക്ലബ് ഹൌസിന് സൗജന്യമായി നൽകിയ മൈക്ക് സെറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം മുഖ്യാതിഥി PK ജിജു എറണാകുളം നിർവഹിച്ചു. ഫുട്ബോൾ അക്കാദമി താരങ്ങൾക്ക് കേരള പോലീസ് ഫുട്ബോൾ ക്യാപ്റ്റൻ ശ്രീരാഗ് അമ്പാടി, ഫുട്ബോൾ കോച്ചുമാരായ റംഷാദ്, ഷൈബിൻ എന്നിവർ ബോധവൽക്കരണം നടത്തി. രക്ഷാധികാരികളായ PS വിനു, ബാബു നാസർ, നൌഷാദ് മുക്കൂട്ട, AC ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. ഉടമയെ തേടി റോഡ് വീലർ നായക്കുട്ടി. വടക്കേക്കാട് ഞമ്മനേങ്ങാട് ബോധിധർമ്മ അക്കാദമി ഉടമ അഡ്വക്കേറ്റ് KS മനോജിന്റെ വീട്ടിലാണ് അവശയായ നായക്കുട്ടി എത്തിയത്. 1 വയസ്സ് പ്രായം തോന്നിക്കുന്ന നായക്കുട്ടി അവശനിലയിലായിരുന്നു. മനോജിന്റെ പരിചരണത്തിൽ ഇപ്പോൾ ഉഷാറായെങ്കിലും നായക്കുട്ടിയെ തേടി ആരും എത്തിയിട്ടില്ല. നായക്കുട്ടിയെ നഷ്ടപ്പെട്ടവർ 94 95 50 47 21 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് മനോജ് അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 6675 രൂപ, പവന് 53,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 97 രൂപ. ചരമം കുന്നംകുളം കോണ്ടിനെന്റൽ കേബിൾ നെറ്റ്വർക്ക് ജീവനക്കാരൻ ബെന്നിയുടെ മാതാവ് ചെറുകുന്ന് കുറിയെടുത്ത് പരേതനായ പൈലപ്പൻ ഭാര്യ ഏലിയാമ്മ നിര്യാതയായി 75 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടന്നു. പരേതയായ വിജി, പ്രീജ, ബീന, ബിനു എന്നിവർ മറ്റു മക്കളാണ്. മറ്റം ആളൂർ ചക്രമാക്കിൽ വീട്ടിൽ പരേതനായ ഫ്രാൻസിസ് മകൻ വർഗീസ് നിര്യാതനായി 59 വയസ്സായിരുന്നു. സംസ്കാരം ആളൂർ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നടന്നു. സിസിലി വർഗീസ് ഭാര്യയും അലക്സ് വർഗീസ്, അനറ്റ് വർഗീസ് എന്നിവർ മക്കളുമാണ്. ചാലിശ്ശേരി തണ്ണീർക്കോട് മുണ്ടൻചിറക്കാവ് ഭഗവതി ക്ഷേത്രത്തിനടുത്ത് തെക്കിനിയടത്ത് മനയിൽ താമസിക്കുന്ന ഉള്ളന്നൂർ ആലക്കാട്ടുമന വാസുദേവൻ നമ്പൂതിരി നിര്യാതനായി 68 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ലീല ഭാര്യയാണ്. സജിത പ്രസാദ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിൽ ദുരിതയാത്ര. 3 കിലോമീറ്റർ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും നടപടിയെടുക്കാതെ അധികാരികൾ. പള്ളിയിൽ നമസ്കരിക്കാനെത്തിയ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പുന്നൂർകുളം ആറ്റുപുറം സ്വദേശി എഴിക്കോട്ടയിൽ വീട്ടിൽ ജമാലുദ്ദീനാണ് അറസ്റ്റിലായത്. കുന്നംകുളം ഗേൾസ് സ്കൂളിന് സമീപം അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ബുള്ളറ്റിന് പുറകിലിടിച്ച് ബുള്ളറ്റ് യാത്രികനായ പെരുമ്പിലാവ് സ്വദേശിക്ക് പരിക്ക്. ചാട്ടുകുളത്ത് സൈക്കിളും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു. അനധികൃത മദ്യവിൽപ്പനയ്ക്കിടെ 4 ലിറ്റർ മദ്യവുമായി വെള്ളിത്തിരുത്തി സ്വദേശിയെ കുന്നംകുളം എക്സൈസ് സംഘം പിടികൂടി. കോലാട്ട് വീട്ടിൽ ഹരിദാസനാണ് അറസ്റ്റിലായത്. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ മിനുക്ക് പണി. കുണ്ടും കുഴിയും വെള്ളക്കെട്ടുമായി കിടക്കുന്ന മാവിൻ ചുവട് നാക്കോല റോഡിൽ കോറി വേസ്റ്റിട്ടത് യാത്രക്കാരെ വലയ്ക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.